ഇടുക്കി നെടുങ്കണ്ടം എഴുകും വയലിൽ അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയ മകൻ അജീഷിനെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകും. കൊലപാതകം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ എന്നതടക്കം അന്വേഷിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ലഹരിക്ക് അടിമയായ പ്രതി ഇരുവരെയും കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. സജോ ദേവസ്യ ചേരുന്നു. സജോ, ഈ അന്വേഷണത്തിൽ ഇപ്പോൾ എന്തെല്ലാം വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്? റോഷ്നി, നാടിനെ ആകെ അങ്ങേയറ്റം ഞെട്ടിച്ച നടുക്കിയ ഇരട്ട കൊലപാതകമാണ് നടന്നത്. അതായത് മാതാപിതാക്കളെ മകൻ കൊലപ്പെടുത്തുന്നു. എന്താണ് ഇതിലൊരു പ്രശ്നം എന്ന് മാത്രമല്ല, ഇതിലേക്ക് നയിച്ച പ്രകോപനം എന്താണ് എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നവുമുണ്ട്. നിലവിൽ പോലീസിന്റെ ഒരു നിഗമനം ലഹരിക്ക് അടിമയായിരുന്നു ഈ പ്രതി അജീഷ്. ഇതാണ് ഈ കൃത്യത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം അത് മദ്യം മാത്രമാണോ, അതെല്ലാം രാസലഹരി ഉണ്ടോ എന്നതിലൊക്കെ വിശദമായ ശാസ്ത്രീയ പരിശോധന വേണം. എന്ന് വെച്ചാൽ സാമ്പിളുകളൊക്കെ എടുത്തുള്ള പരിശോധനയിലേക്ക് പോകണം, അത് കണ്ടെത്തണം. മദ്യത്തിന് അടിമയായിരുന്നു, അതുകൂടാതെ രാസലഹരി കൂടി ഉണ്ടോ എന്നൊരു പ്രശ്നം കൂടി പരിശോധിക്കണം. അതുമാത്രമല്ല, ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഇയാളെ ഒരു ലഹരി വിമോചന കേന്ദ്രത്തിലോ മറ്റോ എത്തിച്ച് ചികിത്സ കൊടുത്തിട്ടുണ്ട്. ആ ഘട്ടത്തിൽ കുറച്ച് നാൾ ചുരുങ്ങിയൊരു ഇടവേളയിൽ ഇയാൾ ലഹരിയിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാക്കിയ പ്രശ്നങ്ങൾ എന്താണ് എന്നടക്കം കാണണം. മറ്റെന്തെങ്കിലും ഒരു മാനസിക പ്രശ്നമോ മറ്റോ ഉള്ളതായി നിലവിൽ അറിവില്ല. അതെന്താണ് അതിലേക്ക് നയിച്ചത്? അപ്പോൾ പരസ്പര വിരുദ്ധമായി, അത് തെളിവെടുപ്പിന്റെ ഘട്ടത്തിലും അല്ലാതെ ചോദ്യം ചെയ്തപ്പോഴുമൊക്കെ ഇയാൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും വിളിച്ചു പറയുകയും ഒക്കെ ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന, അതായത് ഈ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ പോയി എന്ന് പറയുന്നു, അത് എവിടെയാണെന്ന് വ്യക്തമല്ല. അത് സംബന്ധിച്ചൊരു പരിശോധന, അതായത് നാട്ടുകാരിൽ നിന്നും മറ്റുമാണ് ഇക്കാര്യം മനസ്സിലാക്കിയത്. അപ്പോൾ അത് വിശദമായി പരിശോധിക്കണം. അങ്ങനെ വരുമ്പോൾ അതുണ്ടാക്കിയ എന്തെങ്കിലും പ്രശ്നം ഇതിനകത്തുണ്ടോ, അതുകൂടാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ, ഏതായാലും ലഹരി തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന കേന്ദ്രബിന്ദു. അതായത് ഇങ്ങനൊരു അതിക്രൂര കൃത്യം, നിഷ്ഠൂര കൃത്യം ചെയ്യാൻ പ്രതിയെ പ്രേരിപ്പിച്ചത് ഈ ലഹരി തന്നെയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. പക്ഷേ കേവലം അത് മദ്യം മാത്രമാണോ, രാസലഹരിയുണ്ടോ, അതല്ലാതെ മറ്റു പ്രകോപനങ്ങളുണ്ടോ, അതല്ല ഈ ലഹരിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ബന്ധുക്കളുടെയും മറ്റും ഭാഗത്തുനിന്ന്. ആ ഘട്ടത്തിൽ നേടിയ ചികിത്സ ശാസ്ത്രീയമാണോ, അത് ഇയാളിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് തുടങ്ങി വിശദമായ മറ്റു പരിശോധനകളൊക്കെ വേണം. ഏതായാലും സ്വന്തം മാതാപിതാക്കളെ കൊലപ്പെടുത്തുക, അതും ഇങ്ങനെ ലഹരിക്കടിമയായി ഇങ്ങനെ കുറ്റകൃത്യം ചെയ്യുക എന്നൊക്കെ വെച്ചാൽ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് സംബന്ധിച്ച് വിശദമായ പരിശോധന, ലഹരിയുടെ കാര്യത്തിലുള്ള പരിശോധനയുണ്ട്. അത് സാമ്പിളുകളൊക്കെ എടുത്ത് ശാസ്ത്രീയ പരിശോധന വേണം. അതുകൂടാതെ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു എന്നതൊക്കെയുള്ള വിശദമായ പരിശോധന വേണം. ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ പക്ഷേ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് കുറെ കൂടി ശാസ്ത്രീയമായ പരിശോധനകളിലേക്ക് കടക്കും എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.